വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെയും ഗുജറാത്തിൻ്റെയും അതിർത്തിയിലുള്ള നവാപൂർ മേഖലയിലുള്ള 200ഓളം ക്രിസ്തീയ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുവാനുള്ള ഒരു ഗൂഢ പദ്ധതിക്ക് കളമൊരുങ്ങിയിരിക്കുന്നു. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരുവാൻ സർക്കാർ പദ്ധതിയിടുന്നതായി റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുലെ ബുധനാഴ്ച സംസ്ഥാന നിയമസഭയിൽ വെളിപ്പെടുത്തി. നന്ദൂർബാർ ജില്ലയിലെ അനധികൃതമായി പണിത ക്രിസ്ത്യൻ പള്ളികളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനും നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയവ പൊളിച്ചു മാറ്റുന്നതിനുമായി ഒരു ഡിവിഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ആദിവാസി മേഖലകളിൽ നിർബന്ധിതമായി ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നതായി BJP MLA-മാർ പരാതി ഉന്നയിച്ചതിന് മറുപടിയായാണ് ഞങ്ങൾ ശക്തമായ ഒരു നിയമം കൊണ്ടുവരും, അങ്ങനെ ആരും മതപരിവർത്തനം നടത്താൻ ഇനി ധൈര്യപ്പെടുകയില്ല എന്ന് മന്ത്രി ബവൻകുലെ നിയമസഭയിൽ പറഞ്ഞത്. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആദിവാസികളെ തിരികെ കൊണ്ടുവരുവാനും വകുപ്പ് ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസി ജാതി പദവി കൊണ്ട് അവർ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ അവരെ ഓർമ്മിപ്പിക്കും. ആദിവാസികളെ വൈദ്യസഹായം ഉൾപ്പെടെയുള്ള പ്രലോഭനങ്ങളിലൂടെ നിർബന്ധിതമായി ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതായി വ്യാപകമായ പരാതികളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് BJPയുടെ മറ്റൊരു MLA ആയ അനൂപ് അഗർവാൾ നിയമസഭയിൽ ഉന്നയിച്ചു. നവാപൂർ താലൂക്കിൽ മാത്രം 199 അനധികൃത ക്രിസ്ത്യൻ പള്ളികളുണ്ടെന്ന് MLA പറഞ്ഞു. നിയമവിരുദ്ധമായ പള്ളികൾ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് ഇതിനകം ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ബവൻകുലെ വെളിപ്പെടുത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീർഘവർഷങ്ങളായി ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളാണ് ആദിവാസി മേഖലയായ നവാപൂർ പരിസര പ്രദേശങ്ങളിലുള്ളത്. അവിടെ പല ഗ്രാമങ്ങളും 100% ക്രൈസ്തവർ മാത്രമുള്ള ഗ്രാമങ്ങളാണ്. കാർഷിക മേഖലയായതുകൊണ്ടും ആദിവാസി മേഖലയായതുകൊണ്ടും അവിടെ ഒരു പള്ളി പണിയുവാനോ ആരാധനാലയം ഉണ്ടാക്കുവാനോ സാധാരണഗതിയിൽ ഗവൺമെന്റ് അധികാരികളിൽ നിന്ന്, ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അനുമതികൾ ലഭിക്കാറില്ല. ഈ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടി തങ്ങളുടെ തന്നെ ഭൂമിയിൽ അവർ പണിതുയർത്തിയിരിക്കുന്ന ആരാധനാലയങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റുമെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന വാദം പലപ്പോഴും ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിക്കപ്പെടുകയാണെന്നുള്ളത് ഇന്ത്യയിലെ ഒരു പൊതു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഇന്ന് വരെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരു കേസിൽ പോലും ശിക്ഷ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ നിയമത്തിന്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ നിയന്ത്രിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു പ്രധാന വിഷയം, മതപരിവർത്തനം നടത്തുന്ന പട്ടികവർഗക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന നിർദ്ദേശമാണ്. ഇത് ദുർബല ജനവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസവും സാമ്പത്തിക സുരക്ഷിതത്വവും തെരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതിന് ഇതൊരു കാരണമായി മാറിയേക്കാം. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, മറ്റൊരു മതത്തിലേക്ക് മാറിയതിനു ശേഷവും ജാതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പട്ടികവർഗക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ആദിവാസികളുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും അവർ പിന്തുടരാത്തതിനാലാണ് ഇങ്ങനെ ഒരു ശക്തമായ നടപടിയെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സത്യത്തിൽ ഒരാൾ മതവിശ്വാസം മാറുമ്പോൾ അയാളുടെ ജാതി എങ്ങനെയാണ് മാറുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഒരാൾ ജനിച്ചു വളർന്ന ജാതി അയാളുടെ അഭിപ്രായം മാറുന്നതിനനുസരിച്ച് മാറുമെന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കുവാൻ സാധിക്കുന്നത്? ദളിത് ആദിവാസികൾക്കുള്ള സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജോലികൾ ലഭിച്ചിട്ടുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടിയെടുക്കും, അവരെ പിരിച്ചുവിടുമോ എന്നൊക്കെയുള്ള MLA-മാരുടെ ചോദ്യത്തിന് ഈ കാര്യം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്നും മന്ത്രി ബവൻകുലെ പറഞ്ഞു. ഇവിടെ UP പോലെയുള്ള സംസ്ഥാനങ്ങൾ നേരത്തെ മതപരിവർത്തന നിരോധന നിയമം പാസാക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയിലാണ് മഹാരാഷ്ട്ര സർക്കാരും ഈ നിയമം നടപ്പിലാക്കുവാൻ പോകുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നു.
അപ്പോൾ തന്നെ മഹാരാഷ്ട്ര മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തീയ സഭകളും സംഘടനകളുമൊക്കെ മഹാരാഷ്ട്രയുടെ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ, ആതുര സേവന രംഗങ്ങളിലൊക്കെ നൽകിയിട്ടുള്ള അതുല്യമായ സംഭാവനകൾ മറന്നുപോകരുത്. ക്രൈസ്തവ മിഷണറിമാർ മഹാരാഷ്ട്രയിൽ നിരവധി സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികൾ വരെയും സ്ഥാപിച്ചിട്ടുണ്ട്. വിൽസൺ കോളേജ് പോലെയുള്ള പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ക്രൈസ്തവർ സാധാരണ ജനങ്ങളുടെ സാക്ഷരത വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ രാജ്യത്തിന് തന്നെ അവഗണിക്കാനാവുകയില്ല. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ഗോത്രവർഗക്കാർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മിഷണറി സ്കൂളുകളിൽ പഠിച്ചവരിൽ 60% ഈ ജനവിഭാഗങ്ങളിൽ പെട്ടവരായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എപ്പോഴും മിഷണറിമാരെ കുറിച്ച് അവർ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പറയട്ടെ, മതപരിവർത്തനം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമായിരുന്നില്ല ഈ ക്രിസ്തീയ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ. മറിച്ച് സമൂഹത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിർമ്മല നികേതൻ കോളേജ് പോലെയുള്ള ഈ സോഷ്യൽ വർക്കിന് വേണ്ടി സ്ഥാപിതമായ എത്രയോ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, ഗോത്രവർഗ വിഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞാൽ മറ്റൊരു ജനസമൂഹങ്ങളും ഒരു മതസമൂഹങ്ങളും അതുപോലെ ഒരു സംഭാവനയും ഈ രാജ്യത്തിന് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം മറന്നുപോകുവാൻ പാടില്ല. ഇനി ആരോഗ്യ മേഖല എടുത്താൽ, ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ഇന്നും എത്തിച്ചേരാൻ പറ്റാത്ത വിദൂരമായ ഗോത്ര മേഖലകളിൽ മതിയായ ചികിത്സ ലഭിക്കാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സ്ഥാപിച്ചു, ക്ലിനിക്കുകൾ ഉണ്ടാക്കി. ഇങ്ങനെ എത്ര പ്രവർത്തനങ്ങൾ നമുക്ക് എടുത്തു കാണിക്കുവാൻ സാധിക്കും. നന്ദൂർബാർ ജില്ലയിലെ തന്നെ ചിഞ്ചുപാട ക്രിസ്ത്യൻ ആശുപത്രി ഇതിനൊരു ഉദാഹരണമാണ്. 1942 മുതൽ 80 വർഷത്തിലേറെയായി ഈ ആശുപത്രി ആ മേഖലയിലെ ഗോത്രവർഗക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ അവർ സേവിക്കുന്നു. 200 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് പോലും ചികിത്സയ്ക്ക് വേണ്ടി ഇവിടേക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആ മേഖല എത്ര അനിവാര്യമായ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ദീർഘകാലത്തെ മാനുഷിക സേവനങ്ങളെ കേവലം പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ളതെന്ന് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങൾ നടത്തിയ വലിയ സംഭാവനകളെയും സമൂഹത്തിന് നൽകിയ സഹായങ്ങളെയും വില കുറച്ച് കാണിക്കുവാനുള്ള ഗൂഢശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ സംഘടനകൾ ദാരിദ്ര്യമില്ലാതാക്കാനും ആരോഗ്യ സംരക്ഷണം നൽകാനുമാണ് പ്രവർത്തിക്കുന്നത്. ദളിതരും ഗോത്രവർഗക്കാരും ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും സമത്വത്തിനും വേണ്ടി എപ്പോഴും നിലകൊള്ളുകയും പോരാടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിലെ ഉന്നത കുലജാതരായിട്ടുള്ള ജന്മികൾക്കൊക്കെ ഈ ക്രിസ്തീയ മിഷണറിമാരുടെയും ക്രിസ്തീയ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജന്മിമാരുടെയും പ്രമാണിമാരുടെയും എതിർപ്പുകളാണ് പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആരും മറന്നുപോകരുത്. മതപരിവർത്തന നിയമങ്ങൾ ഈ ക്രിസ്തീയ സമൂഹത്തെ തളർത്തിക്കളയുവാൻ വേണ്ടിയുള്ള മനഃപൂർവമായ നിയമങ്ങളായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആരാധനകൾ തടയപ്പെടുന്നു, പ്രവർത്തകർ മർദ്ദിക്കപ്പെടുന്നു. ഇതെല്ലാം നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമങ്ങൾ ഇങ്ങനെ പാസ്സാക്കപ്പെടുമ്പോൾ ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും ക്രിസ്ത്യാനികൾക്ക് ലഭിക്കാതെ പോകുന്നു. കോടതികളും പോലീസും ഒക്കെ വളരെ നിസ്സംഗതയോടെയാണ് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ ഇപ്പോൾ കാണുന്നതും അവർ പലപ്പോഴും അതിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നു എന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്ത മധ്യപ്രദേശിൽ ദളിത് ക്രിസ്ത്യാനികളെ ജയ് ശ്രീറാം വിളിച്ച് അവഹേളിക്കുന്നതിൻ്റെയും അമ്പലത്തിൽ കൊണ്ടുപോയി കുമ്പിടിക്കുന്നതിൻ്റെയും ഒക്കെ സാക്ഷിയായി നിന്നതും പോലീസാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശക്തി അതിൻ്റെ ഐക്യത്തിലും ഇന്ത്യൻ സമൂഹത്തിലെ അതിൻ്റെ ആഴത്തിലുള്ള വേരുകളിലും ദൃഢമായ ക്രിസ്തു വിശ്വാസത്തിലുമാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ,
ക്രൈസ്തവ സമൂഹത്തെ നിയമങ്ങൾ കൊണ്ടോ എതിർപ്പുകൾ കൊണ്ടോ ആക്രമണങ്ങൾ കൊണ്ടോ കോടതികൾ കൊണ്ടോ തകർക്കുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്ത്യൻ സമൂഹത്തിൽ അതിന് ആഴത്തിൽ വേരുകളുണ്ട്. 2000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. ഈ സമൂഹത്തിൻ്റെ വേരുകൾ ആഴത്തിലുള്ളതാണ്. ദൃഢമായ ക്രിസ്തു വിശ്വാസമാണ് ഇതിൻ്റെ അടിത്തറയെന്ന് പറയുന്നത്. ചരിത്രത്തിലുടനീളം നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് ക്രൈസ്തവ സഭ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്നേഹങ്ങളിലൂടെയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലൂടെയും സ്നേഹത്തിലൂടെയും നമ്മൾ ഈ രാജ്യത്ത് തുടർന്നും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഈ രാജ്യത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.